ഭയം ഒരു ആത്മീയ തടവറയാണ്. സാക്ഷ്യം പറയാൻ ഭയക്കുന്ന വ്യക്തികളാണോ എങ്കിൽ നമ്മൾ ഈ ആത്മീയമായ തടവറയിലാണെന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഈ ജയിലിലേക്ക് നമ്മൾ വീണ് കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമ്മൾ ഭയപ്പെടുന്നെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടും, ബന്ധങ്ങളില്ലാതാകും, എനിക്ക് കുറച്ചിലുണ്ടാകും. ഇങ്ങനെയൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിക്കും. ഈ സുഖം എനിക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ദൈവത്തെക്കുറിച്ച് പറയാൻ ഭയപ്പെടുകയാണ്. 2-3 പേര് ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യ ഞാനുണ്ടാകുമെന്ന് പറഞ്ഞ ആ കർത്താവ്, ആ വചനം സത്യമായിട്ടുള്ള വചനം. ആ 2-3 പേര് ഒരുമിച്ച് കൂടുമ്പോൾ അവരെ കുറിച്ച് പറയുകയല്ല, നമ്മൾ തമാശ പറഞ്ഞ് ദൈവവിശ്വാസത്തെ കളിയാക്കി ചിരിക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. എപ്പോഴെങ്കിലൊക്കെ എനിക്കെൻ്റെ ദൈവത്തെ സാക്ഷ്യപ്പെടുത്താൻ പറ്റാറുണ്ടോ? നാണക്കേട് കാരണം ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കും, നിശബ്ദമാകുന്ന കുറേ സമയങ്ങളുണ്ട്, ഒഴിഞ്ഞു മാറുന്ന കുറേ സമയങ്ങളുണ്ട്. ദേവാലയം മണി അടിച്ചു കഴിഞ്ഞാൽ ഒരു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ചെല്ലാൻ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും മനസ്സിലാത്ത ക്രിസ്ത്യാനികളാണ് നമ്മൾ ഓരോരുത്തരും. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എന്തുകൊണ്ടാണത്? നാണക്കേട് അല്ലെങ്കിൽ ഭയം നിമിത്തം. ഇങ്ങനെ നമ്മുടെ ശബ്ദം അടഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം എങ്ങനെ പ്രഘോഷിക്കുമെന്ന് ചിന്തിച്ചാൽ മതി. ഈ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ വിശുദ്ധരൊക്കെ അവരുടെ ജീവിതം പൂർണ്ണമായിട്ട് കൊടുത്ത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ ഭയത്തെ അതിജീവിച്ചതുകൊണ്ടാണ്. അങ്ങനെയൊക്കെയാണ് അവർ ദൈവത്തെ സ്നേഹിച്ചത്. എനിക്ക് അങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചിന്തിച്ചാൽ മതി. എനിക്ക് ദൈവവിശ്വാസമൊക്കെ ഉണ്ട്, എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ കാര്യം. എൻ്റെ സുഖം കളഞ്ഞിട്ട്, എൻ്റെ സമ്പാദ്യം കളഞ്ഞിട്ട്, ചില പാപങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ട്, ആ പാപത്തിൽ നിന്ന് ലഭിക്കുന്ന ചില സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ട് ഞാൻ ചെയ്യാനില്ല. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭയം ആത്മീയ തടവറയാണ് കേട്ടോ. പ്രാർത്ഥിക്കാം.